വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 18-ാം അധ്യായം 27-ാം വാക്യം. അവൻ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് അമ്മ മാതാവും ഈശോയും വഴിയായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതേപോലെ അത് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ എൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. എനിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈശോയോടും മാതാവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഫലപ്രാപ്തി അണിഞ്ഞില്ല. അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്നും കുറച്ച് പേര് ഇതുപോലെ പോരുന്നുണ്ടായിരുന്നു കൃപാസനം പള്ളിയിലേക്ക്. അപ്പം ഞാനും കൂടെ ഇവിടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വന്നത്. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തു. മറ്റുള്ളവർ എഴുതുന്നത് പോലെ തന്നെ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അതിൽ പല നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അത് പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ജോൺസൺ. ഇത് എൻ്റെ മകൻ ലിജീൻ. എൻ്റെ മകൻ ലിജീൻ 2019 ബിടെക് പാസ്സായതാണ്. കുറച്ച് നാൾ IT ഫീൽഡിൽ ജോലി ചെയ്തു. പിന്നെ അവന് അത് താല്പര്യമില്ലാതായി. അപ്പോൾ ബാങ്ക് ടെസ്റ്റുകളും അതേപോലെ PSC എക്സാമൊക്കെ എഴുതി. അങ്ങനെ 2-3 വർഷത്തോളം എഴുതി. ഒന്നും തന്നെ ശരിയാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ കുടുംബം, അതായത് ഞാൻ അഞ്ജലയുടെ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം ഒന്നിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ മാതാവിൻ്റെ അവിടെ വന്ന് നമുക്ക് മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാം. അങ്ങനെ അവൻ ഒരിക്കൽ പല ടെസ്റ്റുകളും എഴുതി. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതി, പ്രിലിമിനറി പാസ്സായി, മെയിൻ ടെസ്റ്റ് പാസ്സായി. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ലാസ്റ്റായപ്പോൾ അവൻ ഫെയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ അമ്മയുടെ കൂടെ വായു, അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നീ അമ്മയുടെ കൂടെ വന്ന് മാതാവിനോട് വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ഇവിടെ വന്ന് മാതാവിനോട് വളരെ ഭക്തിയോടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ വന്നത്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച, അതായത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് അവൻ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ന്യൂ ഇന്ത്യ അഷുറൻസിൽ അവൻ സെലക്റ്റായി എന്ന്. വളരെയധികം സന്തോഷം തോന്നി. പിന്നെയും അതായത് അവൻ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്തോഷം പങ്കിടാനായിട്ട് മാതാവിനോട് പറയാനായിട്ട് ഞാനും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഞാനും മകനും കൂടെ ഇവിടെ വന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ സാക്ഷി ഞാനിവിടെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മോൻ അപ്പോയിൻമെൻ്റ് ഓർഡർ മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മോൻ പോയി ജോയിൻ ചെയ്തു. ഇപ്പോൾ അവൻ ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ജോലി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവന് 2 ബാങ്കുകളിലും സെലക്ഷൻ കിട്ടി. ബാങ്ക് ഓഫ് ബറോഡയിലും കിട്ടി, അതേപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിലും കിട്ടി. പക്ഷേ മാതാവും ഈശോയും തന്ന ആദ്യത്തെ ആ ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും അവൻ തുടർന്നു പോകുന്നത്. അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം മുഴുവൻ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കുമെന്ന്. അങ്ങനെ എൻ്റെ മകൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പൈസ പോലും കുറവ് വരുത്താതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വെച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭർത്താവിന്, അതായത് എൻ്റെ ഭർത്താവ് ജോൺസൺ, അദ്ദേഹം ഒരു 20 വർഷത്തോളമായിട്ട് അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യും, നോക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, ഈ 10-60 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് തൈറോയിഡും കൂടെ ഒന്ന് നോക്കുക. തൈറോയിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ എൻ്റെ ആൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്നാലും ഒന്ന് തൈറോയിഡ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ TSH, T3, T4 എന്നീ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നോക്കിയപ്പോൾ TSH നോർമലാണ്, T3, T4 നോർമലിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തെങ്ങനെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കടലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോക്രൈനോളജിസ്റ്റിൽ പോയിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു. ഫ്രീ T3, ഫ്രീ T4 ഇത് 2 ചെയ്തു വരാൻ പറഞ്ഞു. അത് ചെയ്തു വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് താൻ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ചെന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കടലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് FNAC ചെയ്ത് നോക്കാം, കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം.
അങ്ങനെ കഴലുകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തി. ഈ സമയമെല്ലാം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടു കൂടെ തീക്ഷ്ണമായി അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ്. അങ്ങനെ ഞങ്ങൾ ആകെ തകർന്നു പോയി. അമ്മ മാതാവിനോട് ഈശോയോട് ഞങ്ങൾ വളരെ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയായാലും ഇത് എത്രയും വേഗം ഇത് റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു, ഞങ്ങൾ സർജറി ചെയ്തു. അങ്ങനെ അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോകുന്ന അന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ജപമാല ചൊല്ലി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി, ഉടമ്പടി തൈലം പൂശി, അങ്ങനെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിൻ്റെ ശരീരത്തിൽ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സെല്ലുകളും ഇല്ല, നീ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തിയാൽ മതി. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് 5 വർഷത്തോളമായി എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്താനൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതേപോലെ കുടുംബ പ്രാർത്ഥനയിലൊന്നും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു അസ്ഥി തേയ്മാനമാണ്, മുട്ടുകുത്തരുത്, ഒരിക്കലും മുട്ടുകുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പതിയെ ഒന്ന് മുട്ടുകുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേദനയുണ്ട് എങ്കിലും മാതാവിൽ വിശ്വസിച്ച് ഈശോയിൽ വിശ്വസിച്ച് ഉടമ്പടി തൈലൊക്കെ പുരട്ടി ഞാൻ മുട്ടിന്മേൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രയാസവും കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടിന്മേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ യാതൊരു മുട്ടുവേദനയുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും. അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടും, പിന്നീട് അത് ശ്വാസമുട്ടായി മാറി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം, മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 വർഷത്തോളം ഞാൻ ഇൻഹെയിലറും മരുന്നൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇതിനോടൊപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഞാൻ ഭക്തിപൂർവ്വം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കൊണ്ട് ഞാൻ ഈ ആസ്മ മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ പോയി. 3ാമത്തെ പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ,